പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഒരു യാത്ര ചെയ്യുന്നപ്പോൾ 100-ൽ പരം ദോശകൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടു റോഡ് സൈഡിൽ. അപ്പൊ അതിന്റെ കടയാണ് ഈ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് 100-ൽ പരം ദോശകൾ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയുള്ള ഒരു പോക്കാണ്. പിന്നാലെ പോലെ. നമസ്കാരം, എന്തൊക്കെ വിശേഷങ്ങള്? നിങ്ങളുടെ പേരെന്താ പറഞ്ഞേ? അജയ്. ഞാൻ ഇവിടെ ബോർഡ് കണ്ടു, ഒരു 100-ൽ പരം ദോശകൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഏതൊക്കെയെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഇവിടെ എല്ലാ ഐറ്റംസും ഇല്ലേ? ഇവിടെ നമ്മുടെ അടുത്ത് 100ഓളം ദോശകളുണ്ട്. 100ഓളം ദോശകളുണ്ട്. ഇതാണ് നമ്മുടെ മെനു. മെനു. അതിൽ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ സാധാ നമ്മുടെ കല്ലുദോശ, വട്ടത്തിലുള്ള 3 കല്ലുദോശ വരുന്ന സെറ്റ് മുതൽ തുടങ്ങിയാൽ അതിന്റെ ഉള്ളിൽ ചിക്കനും ബീഫും അതുപോലെ വെജിലുള്ള വെറൈറ്റീസ്, വെജ് നോൺ എല്ലാ ഐറ്റംസും എല്ലാം ദോശന്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ടാണ് വരുന്നത്. ബേസ് ദോശ. ദോശയിൽ റോസ്റ്റിൽ വരുന്ന ഫില്ലിങ്ങുകളുണ്ട്, സാധാ സെറ്റിൽ വരുന്ന ചെറിയ കല്ലുദോശയിൽ വരുന്ന ഫില്ലിങ്ങുകളുണ്ട്. സാധാ ദോശ മുതൽ തട്ടുദോശ മുതൽ അങ്ങനെ പോയാൽ 100ഓളം ദോശകൾ. അതില് എഗ്ഗിൽ വരുന്ന വെറൈറ്റീസ് ഏകദേശം ഒരു 8-9 വെറൈറ്റീസ് എഗ്ഗ് വരുന്നുണ്ട്. അതിൽ പൊടി എഗ്ഗ് റോസ്റ്റ്, എഗ്ഗ് സ്പൈസി റോസ്റ്റ്, അങ്ങനെ വെറൈറ്റികൾ. ചിക്കനിൽ വരുന്ന വെറൈറ്റികളുണ്ട്. ചിക്കനിൽ വരുന്നതിൽ ചിക്കൻ ചീസി ദോശ നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടാണ്. എല്ലാവരും നല്ല രീതിക്ക് പോകുന്ന റേറ്റാണ് ചിക്കൻ ചീസി ദോശ. പിന്നെ അതിൽ കുറച്ചും കൂടി സ്പൈസി ആയിട്ട് വരുന്ന ചിക്കൻ ചെട്ടിനാട് ദോശ, പിന്നെ ബീഫിൽ ദോശയുണ്ട് ഇൻബിൽറ്റ് ആയിട്ട്. അതിന്റെ ഉള്ളിൽ തന്നെയാണ് ദോശയുടെ ഉള്ളിൽ ദോശയുടെ ഫില്ലിങ് വെച്ച് വരുന്നത്. പിന്നെ നമ്മുടെ മസാല ദോശ, നാടൻ മസാല ദോശയിൽ തന്നെ വരുന്ന വെറൈറ്റികളാണ് ഇത്രയും വെറൈറ്റികൾ. അതിന്റെ ഉള്ളിൽ പൊട്ടാറ്റോ മസാല വരും, അതിന്റെ കൂടെ ചീസ് ആഡ് ചെയ്ത് വരുന്നുണ്ട്, ഗീ ആഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പൊടി മസാല ദോശ, മൈസൂർ മസാല ദോശയൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ അധികം ആളുകൾക്ക് അറിയാം. കാരണം എല്ലാ യൂട്യൂബിലും ഇതിലൊക്കെ കാണുന്ന വെറൈറ്റിയാണ്. ബാംഗ്ലൂരൊക്കെ പോയിട്ടുള്ളവർ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഐറ്റമാണ് മൈസൂർ മസാല ദോശ. അതിന്റെ വെറൈറ്റീസ്, അതിൽ ഷെസ്വാൻ വരുന്നത്, അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതാണ്. പിന്നെ നമ്മൾ വേറെ പറയുകയാണെങ്കിൽ പിസ്സ ഐറ്റംസ്, അതൊരു സ്പെഷ്യലാണ്. അത് നമുക്ക് അത്യാവശ്യം കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് പോകുന്നത് പിസ്സ ദോശയാണ്. അതിൽ തന്നെ വെജിൽ വരുന്നുണ്ട്, മഷ്റൂമിൽ വരുന്നുണ്ട്, ചിക്കനിൽ വരുന്നുണ്ട്, ബീഫിൽ വരുന്നുണ്ട്. അത് നല്ലൊരു വെറൈറ്റിയാണ്. കാരണം നമ്മൾ നോർമലി പിസ്സ വരുന്ന പോലെ തന്നെയാണ് വരുന്നത്. പക്ഷെ അങ്ങനെ പിസ്സയിലുള്ള വേറെ കേടുകൂടുന്ന ഐറ്റംസോ അങ്ങനത്തെ വേറെ സംഭവങ്ങളൊന്നുമില്ല. ചീസ് ആവശ്യത്തിന് ചീസും അതിൽ വെജിറ്റബിൾസും ബാക്കിയെല്ലാം ആഡ് ചെയ്തിട്ട് അതിന്റെ ബേസ് ദോശയാണെന്ന് മാത്രം. പിന്നെ വേറെ വെറൈറ്റി, പിന്നെ അതിൽ വേറെ വെറൈറ്റി ആയിട്ട് വരുന്നത് വെജിൽ വരുന്ന വെറൈറ്റികൾ. നേരത്തെ നമ്മൾ പറഞ്ഞത് ചിക്കനിലും ബീഫിലും വരുന്നതാണെങ്കിൽ ഇതിൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ വരുന്നത് പനീർ വരും, അതിൽ മഷ്റൂം വരുന്നുണ്ട്, അങ്ങനെ ഉള്ള വെറൈറ്റികൾ. അതിൽ കാഷ്യൂ വരുന്നുണ്ട്. കാഷ്യൂ പനീർ ദോശയൊക്കെ നമുക്ക് അത്യാവശ്യം കാഷ്യൂ പനീർ, നോർമൽ പനീർ ദോശ തന്നെ അടിപൊളിയാണ്. നമ്മുടെ നോർമൽ പനീർ വരുന്നുണ്ട്, മഷ്റൂം വരുന്നുണ്ട്, അങ്ങനെ വെറൈറ്റീസ്. കാഷ്യൂ, ചീസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് വരുന്ന ദോശ. ഓക്കെ. പിന്നെ മാഗി ദോശയും നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മാഗിയും ദോശയായിട്ട് മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സെയിലുള്ള വരെ. പിന്നെ അതിൽ വരുന്നത് നമ്മുടെ നെയ് റോസ്റ്റ്. സാധാ നെയ്റോസ്റ്റ് മുതൽ തുടങ്ങിയാൽ സാധാ പ്ലെയിൻ റോസ്റ്റ് മുതൽ തുടങ്ങും. അതിൽ പേപ്പർ റോസ്റ്റ് ഉണ്ട്, വളരെ തിന്നായിട്ട് പേപ്പർ പോലെ അടിച്ചെടുക്കുന്നത് പേപ്പർ റോസ്റ്റ്. പിന്നെ അങ്ങനെ ഗീ റോസ്റ്റ്, ചീസ് റോസ്റ്റ്, ബട്ടർ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അതിലുണ്ട്. അതിൽ സ്പെഷ്യൽ എന്ന് പറയാൻ ഇപ്പൊ ഈ ഗീപ്പൊടി റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചു പരിചയമുള്ളവർക്ക് അറിയാം. പൊതുവെ ഇവിടെ വരുന്ന നമ്മുടെ വരുന്ന ഒരു 80% കസ്റ്റമേഴ്സിനും പൊടി എന്താന്ന് ശരിക്ക് കറക്റ്റായിട്ട് അറിയാം. നമ്മളോട് ചോദിച്ചു മനസ്സിലാക്കാറാണ്. അത് തമിഴ്നാടിന്റെ ഒരു ട്രഡീഷണൽ ഐറ്റമാണ് പൊടി. ആ പൊടി ഇട്ടിട്ട് വരുന്നത്. പക്ഷെ അതിൽ തന്നെ കുറെ വെറൈറ്റീസ് വരുന്നുണ്ട്. അതിൽ ഈ ഗീപ്പൊടി റോസ്റ്റ് ഒക്കെ നമുക്ക് ഇങ്ങോട്ട് ചോദിച്ചു ഇവിടെ ഗീപ്പൊടി റോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ച് ദോശയുടെ ബോർഡ് കണ്ടിട്ട് വന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അടിപൊളി. പിന്നെ അതുപോലെ വരുന്ന ഒരു ഐറ്റമാണ് കുട്ടികളുടെ സെപ്പറേറ്റ് ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് കുട്ടികൾക്ക് ഐറ്റം. അതിൽ ഹണി വരുന്നുണ്ട്, കാരമൽ വരുന്നുണ്ട്, ന്യൂട്ടല വരുന്നുണ്ട്. ഇതെല്ലാം ന്യൂട്ടല ദോശയിൽ സ്പ്രെഡ് ചെയ്ത് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് അത് കട്ട് ചെയ്ത് ക്യാപ്പ് പോലെ വരുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നോട്ടല ഉണ്ടാവും, ഹണി ഉണ്ടാവും, ചോക്കോ ഡിലൈറ്റ് വരുന്നുണ്ട്, ഡ്രൈ ഫ്രൂട്ട് ഡിലൈറ്റ് വരുന്നുണ്ട്. അങ്ങനെയുള്ള വെറൈറ്റീസ് അത് കുട്ടികൾ വരുമ്പോൾ ചൂസ് ചെയ്യുന്ന ഐറ്റംസ് എന്തായാലും സ്പെഷ്യലാണ്. ലേഡീസും വുമൻസും അതുപോലെ മെയിനായിട്ട് കുട്ടികൾക്കുള്ള സംവിധാനം.
പിന്നെ ഇതിനൊക്കെ സ്റ്റാർട്ടർ ആയിട്ട് നമ്മള് ഇത് നമുക്ക് ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നില്ല. എല്ലാവരും നമുക്കൊരു സ്റ്റാർട്ടർ ചോദിച്ചതിന്റെ പേരിലും നമുക്ക് അങ്ങനത്തെ കുറച്ച് ഐറ്റം വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. മോമോസ് സ്പെഷ്യൽ ചിക്കനിലോ അതില് മോമോസ് എല്ലാ ഐറ്റവും സ്റ്റീമിലും വരുന്നുണ്ട്, അതുപോലെ ഫ്രൈഡും വരുന്നുണ്ട്, ഷെസ്വാൻ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു അത് നമ്മളായിട്ട് ചെയ്ത മിക്സ് പ്ലേറ്റ് ചിക്കൻ മോമോസ്. അതിൽ 2 പീസ് സ്റ്റീം, 2 പീസ് ഫ്രൈഡ്, 2 പീസ് ഷെസ്വാൻ വരും. അത് എല്ലാം കൂടി കൂടിയിട്ട് ട്രയൽ ചെയ്യുന്നവർ ഫസ്റ്റ് അത് ട്രയൽ ചെയ്തിട്ട് പിന്നെ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒന്നും കൂടി പോകും. അങ്ങനെയാണ്. മോമോസ് ഇവിടെ സ്റ്റാർട്ടർ ആയിട്ട് വരുന്നുണ്ട്. സ്റ്റാർട്ടർ ആയിട്ട് മോമോസ് ഉണ്ട്, അതിൽ വെജ് മോമോസ് ഉണ്ട്, ചിക്കൻ മോമോസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ നഗറ്റ്സ്, ചിക്കൻ പോപ്കോൺ, അതുണ്ട് ഇവിടെ. അടിപൊളി അടിപൊളി. അപ്പോ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ദോശ ഐറ്റംസ് കംപ്ലീറ്റ് അജയ് സാർ അടിപൊളിയായിട്ട് പറഞ്ഞു. നിങ്ങൾ പാർട്ണറാണ്, നിങ്ങളെ എന്താ പറഞ്ഞത്? സഞ്ജു. അപ്പൊ സഞ്ജു ഇവിടെ ഉണ്ട്. പിന്നെ ഐറ്റംസ് ഇവിടെ ജ്യൂസ് ഐറ്റംസ് ഉണ്ട്. ജ്യൂസ് ഉണ്ട്, പിന്നെ ജ്യൂസ്, ഷേക്ക്, ഫലൂദ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും. വെറും ദോശ മാത്രമല്ല, വെറൈറ്റീസ്. ചായ എന്തൊക്കെ വെറൈറ്റീസ് ഉള്ളത്? ചായയിൽ നമ്മുടെ മിന്റ് ടീ, അങ്ങനത്തെ എല്ലാ ഐറ്റംസ്. അതെ. അപ്പൊ ചായകൾ ഐറ്റംസ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഐസ്ക്രീം ഐറ്റംസ് ഉണ്ട്, ഫലൂദ ഐറ്റംസ്, ആയി ബന്ധപ്പെട്ടുള്ള ഷേക്ക് ഐറ്റംസ് ഉണ്ട്. നമ്മൾ പ്യൂർ ഫ്രൂട്ടിൽ അടിക്കുന്ന ഷേക്കും ഉണ്ട്, ഇതിലും അടിക്കുന്നു. അപ്പൊ ആ ഐറ്റംസ് കംപ്ലീറ്റ് സംഭവങ്ങളുണ്ട്. ഇവിടെ ലൊക്കേഷൻ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാലാപ്പറമ്പ് മെഡിക്കൽ കോളേജ്, MES മെഡിക്കൽ കോളേജിന്റെ അടുത്ത് നിന്ന് കുറച്ചുകൂടി പോന്നു കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്. പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ദോശ ഫ്യൂഷൻ കഫേ എന്ന് പറഞ്ഞ സ്ഥാപനം വരുന്നത്. അപ്പൊ ഞാൻ നമ്പർ താഴെ കൊടുക്കാം. രാവിലെ 11 മണി വരെ അല്ലേ? രാവിലെ 11 മണി മുതൽ ഓപ്പൺ ചെയ്യും, രാത്രി 11:30 വരെ. അപ്പൊ രാവിലെ 11 to രാത്രി 11:30 വരെയാണ് ഇതിന്റെ ഓപ്പണിംഗ് ടൈം. അപ്പൊ അടിപൊളിയായിട്ട് ഇരിക്കാനൊക്കെ നല്ല അടിച്ചപ്പൊളി നല്ല വൈബുള്ള സ്ഥലമാണ്. എന്തൊക്കെ പറഞ്ഞാൽ പ്രത്യേക ഒരു അന്തരീക്ഷമാണ് ഇവിടെ. നല്ലൊരു ഇവർ അടിപൊളിയാക്കിയിട്ടുണ്ട്. അത് വളരെ സന്തോഷമായിട്ടാണ് കാണുമ്പോൾ. നമുക്ക് റോഡിലൂടെ പോകുമ്പോൾ ഭയങ്കര രസമുള്ള ഒരു നല്ല ഇരുന്ന് കുറച്ച് സമയമൊക്കെ ഇരുന്ന് നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അടിപൊളിയായിട്ടുള്ള ഭക്ഷണം കഴിച്ചു പോകാം. അപ്പൊ എന്തായാലും ഇവരെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം, ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം. അപ്പൊ അടിപൊളിയായിട്ട് ഇവിടെ വരുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഏതൊക്കെ ഐറ്റംസ് ഉണ്ടോ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഇവിടുന്ന് മടങ്ങാം. സന്തോഷത്തോടു കൂടി ഇവര് നമ്മുടെ കൂടെ കട്ടക്കുണ്ടാവും. എന്തായാലും അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാമെന്ന ആശയോടെ ആഗ്രഹത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.